എനിക്ക് ഒത്താശ വരും നിശ്ചയം. എവിടെ നിന്നാ? ഒരു പർവ്വതത്തിൽ. അപ്പോൾ ഞാൻ ഈ ഉറപ്പായി എനിക്ക് ഇത് തന്നെയാണ് ഇന്ന് പകലിവിടെ ശുശ്രൂഷിക്കേണ്ടത്. നമുക്ക് യേശു കർത്താവിൻ്റെ ആ കാലത്തിലേക്ക് പോകുമ്പോൾ, യേശു കർത്താവ് ഭൂമിയിൽ ആയിരുന്ന സമയത്ത് യേശു ശമരിയയിലൂടെ പോകേണ്ടി വന്നു. യേശു ആ ശമരിയയിലൂടെ പോയി. അപ്പം ശമരിയയിൽ ചെന്നപ്പോൾ യേശു അവിടെ കാണുന്നത് ഒരു സ്ത്രീ അവിടെ നിന്ന്, ശമരിയക്കാരി സ്ത്രീ അവിടെ നിന്ന് വെള്ളം കോരുന്നതാണ് കാണുന്നത്. ആ സ്ത്രീയോട് യേശു സംസാരിക്കുന്നു. യേശു അല്പം വെള്ളം ചോദിക്കുന്നു. അപ്പോൾ ഉച്ചനീചത്വങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ആ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ഇന്ന വകുപ്പ് അന്ന വകുപ്പ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ശമരിയക്കാർക്ക് യഹൂദന്മാരോട് സംബന്ധമില്ല. അല്പം കൂടെ ഒരു ലോവർ ഗ്രേഡ് ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ അല്പം കുറവുള്ളവരാണ്. ഏത് നിലയിൽ? ശമരിയക്കാരെന്ന് പറയുന്നത് ഓടിപ്പോകാത്തവർ, ധൈര്യശാലികളായിരിക്കുമ്പോൾ തന്നെ മറ്റ് ചിലരാരൊക്കെയോ ആണ്. അതായത് ശമരിയയിൽ പാർത്ത യഹൂദന്മാരല്ലാത്ത ചിലരൊക്കെയാണ് ഈ ശമരിയക്കാരുടെ പിതാക്കന്മാർ. ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുകയാണ്. അപ്പം രക്തത്തിൽ കലർപ്പ് സംഭവിച്ചിരിക്കുകയാണ്. രക്തത്തിൽ കലർപ്പ് സംഭവിച്ചിരിക്കുകയാണ്. യഹൂദന് അത് പാടില്ല. അപ്പം അതുകൊണ്ട് ഇവരെ മാറ്റി അവർക്ക് പ്രത്യേക നിലയിലുള്ള ഒരു സിസ്റ്റങ്ങളും ക്രമീകരണങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത്. അപ്പം ശമരിയക്കാരിയായ സ്ത്രീയും ദൈവത്തെ ആരാധിക്കുന്നവളാണ്. ഞാൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയും പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും നമുക്ക് ആരാധിക്കാം, സത്യത്തിലും ആരാധിക്കാം. വെടിപ്പുള്ള ഹൃദയത്തോടെ ആരാധിക്കാം, നിർമ്മലതയുള്ള ഹൃദയത്തോടെ ആരാധിക്കാം. മറുഭാഗം കൂടി ചേർത്ത് പറയാം, ആരാധിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഉള്ളിൽ പാപബോധം നിൽക്കുകയും അവൻ ആരാധിക്കും. ഈ സ്ത്രീയും പാപിനിയ. ഈ സ്ത്രീയുമായിട്ടുള്ള യേശുവിൻ്റെ ആ ഒരു സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൾ പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുവാൻ പർവ്വതത്തിൽ പോണ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അതിനെ ഡീറ്റെയിൽഡായിട്ട് അല്പം പഠിക്കുമ്പോൾ ശമരിയയിലും ഒരു പർവ്വതമുണ്ട്. കാര്യം ജെറുസലേമിൽ സിയോൻ കുന്നിൻ്റെ പുറത്താണ് ദാവീദ് മഹാരാജാവ് ഈ പെട്ടകം കൊണ്ടുവന്ന് ഒബേദോദോമിൻ്റെ ഭവനത്തിൽ നിന്നൊന്ന് കൊണ്ടുവന്ന പെട്ടകം ഉറപ്പിക്കുന്നത്. സിയോൻ കോട്ട, സിയോൻ മല എന്നൊക്കെ പറയാം. അപ്പം ഇതൊരു പർവ്വതമാണ്. അപ്പം ഈ ജെറുസലേമിൽ പോയി ശമരിയക്കാർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തില്ല. കാര്യം അവർക്ക് നിഷിദ്ധമാണ്, അവിടെ പോകാൻ പാടില്ല. അതുകൊണ്ട് ശമരിയയിലും ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തപ്പെട്ടിട്ടുണ്ട്. അവരും പർവ്വതത്തിലൊക്കെ പോയി ദൈവത്തെ ആരാധിക്കും. അപ്പം പഴയ നിയമം ഒരു കൺസെപ്റ്റാണ് പർവ്വതങ്ങളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യം. പർവ്വതങ്ങളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യം. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നു. സീനായി മലയിൽ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ആഗമനമുണ്ടാകുന്നു. മോശ 40 ദിനരാത്രങ്ങൾ ദൈവത്തോടുകൂടെ പാർക്കുന്നു. പിന്നെ വീണ്ടും അതേപടി ചെയ്യുന്നു. അപ്പം പർവ്വതത്തിൽ ഇറങ്ങുന്ന ദൈവസാന്നിധ്യം. പർവ്വതം അവിടെ എഴുതിയിരിക്കുന്നത് പുക അല്ലെങ്കിൽ മേഘം കൊണ്ട് മൂടി എന്നാണ്. ദൈവസാന്നിധ്യം ഇറങ്ങി. അപ്പം നമ്മളാണേലും ചിന്തിക്കും പർവ്വതത്തിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്.
ഈ ശമരിയാക്കാരി സ്ത്രീ അതുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ആ മലയിലുമല്ല. ഏതാ? അപ്പോൾ ആ മലയെന്ന് പറയുമ്പോൾ വിദൂരതയിലുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ചൊല്ലല്ല, ഈ ആറിൻ്റെ തീരത്ത് ഒക്കെ താമസിക്കുന്നവർക്കറിയാം, അക്കരെ ഉള്ളവരെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? നിങ്ങളിവിടെ ജനിച്ചവരായതുകൊണ്ട് അത്ര സുപരിചിതമല്ല ഇങ്ങനെയുള്ള നാടൻ വാക്കുകൾ, അല്ലേ ആൻറ്റി? നമ്മളൊക്കെ നാട്ടിൽ നിന്ന് വന്നവർ അക്കരെയുള്ളവരെന്നാണ് പറയുന്നത്. അപ്പം അക്കരെ ചെന്ന് കഴിയുമ്പോൾ പറയും അക്കരെയുള്ളവർ. ഒരിക്കലും ഇക്കരക്കാരെ കാണണമെങ്കിൽ നിൽക്കുന്നിടത്ത് ചെല്ലണം. ഇവിടെ നിൽക്കുമ്പോൾ ആ സൈഡിലുള്ള ഒരു അക്കരക്കാർ, ആ സൈഡിൽ ചെല്ലുമ്പോൾ അപ്പുറം നിൽക്കുന്നവർ അക്കരക്കാരായി. അപ്പോൾ ആ മലയെന്ന് പറയുന്നത് യേശു നിൽക്കുന്നത് ശമരിയയിലാകയാൽ നമ്മൾക്ക് ഊഹിക്കുവാൻ കഴിയും അത് ജെറുസലേമിലെ മലയാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയാം ആലയം ഉള്ള, ജെറുസലേം ദേവാലയമുള്ള ആ മലയൊക്കെയാണ് ചിന്തിച്ചതെന്ന് നമുക്ക് ധ്യാനിക്കാം. ഇപ്പം ദൈവം പറയുകയാണ്, യേശു കർത്താവ് പറയണ, ആരാധിക്കുന്നവർ ആ മലയിലും പോകേണ്ട, ദൈവസാന്നിധ്യം അവിടെയുമല്ല ഈ മലയിലുമല്ല എന്ന് പറഞ്ഞാൽ ശമരിയയിലുള്ള മലയിലുമല്ല. എന്നെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇതാണ് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പക്ഷെങ്കിൽ ഇത് പറയുന്ന സമയം നിങ്ങൾ ചിന്തിക്കണമേ. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇറയ, പുതിയ നിയമ കൽപ്പനകൾ വന്നിട്ടില്ല, സഭ രൂപീകരിക്കപ്പെട്ടിട്ടില്ല, യേശു മഹുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, യേശു തൻ്റെ പ്രാണനെ വിട്ടിട്ടില്ല. അപ്പോൾ പഴയ നിയമ ഒരു സാഹചര്യത്തിൽ നിന്നും കൊണ്ടാണ് ഇത് പറയുന്നത്. പഴയ നിയമ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ മലകളിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് വിളിച്ചു പറയുന്ന പുസ്തകമാണ് ഉൽപ്പത്തിയും പുറപ്പാടും മുഴുവൻ. അവിടെ ഇറങ്ങിയത് മുഴുവൻ ദൈവസാന്നിധ്യമാണ്. പിന്നെ നമുക്കറിയാം, ഒരു ഭാഗം കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്കതിന് പിടികിട്ടും. ഒരു കുളക്കടവിൽ ഒരു വ്യക്തി 38 വർഷമായിട്ട് കിടക്കുകയാണ്. 38 വർഷമായിട്ട് ദീനമായി കിടക്കുകയാണ്. ഇപ്പോൾ യേശു ജനിക്കുന്നതിന് മുന്നേ തന്നെയുള്ള രോഗിയാണ് അവിടെ അയാൾ കിടക്കുക. കുളം കലങ്ങുന്നു, അല്ലെങ്കിൽ ദൂതൻ ഇറങ്ങുന്നു, കുളം കലങ്ങുന്നു, ആദ്യം ഇറങ്ങുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. അപ്പം ഇത് ഇവരുടെ ഫെയ്ത്താ. യേശു ചെന്ന് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകണോ? അവൻ പറയുന്നത് ന്യായമായ കാര്യമാണ്. അവൻ പറയുന്നത് കുളം കലങ്ങും, അത് ഞാൻ കണ്ടുകൊണ്ട് കിടക്കുക കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ കർത്താവിനോട് പറയാം, അത് കലങ്ങുക തന്നെ ചെയ്യും, അതൊക്കെ ഒന്ന് കാണേണ്ടതാണ്, അല്ലേ? നമ്മൾ ആ കോൺവെർസേഷൻ അങ്ങനെ ഒന്ന് കണ്ടു നോക്കിയേ. അപ്പം പറയാം, കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? അപ്പം പറയുകയാണ്, ഇങ്ങനെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇങ്ങോട്ട് വരും, അതിൻ്റെ ചിറകടിയുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ കിടക്കുന്നവരെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് തിരക്കാണ്, തിരക്ക്. ഞാനാണെങ്കിൽ വയ്യാത്തവനുമല്ലേ, ഈ ശബ്ദം കേൾക്കുമ്പോൾ വലിയ മുഴക്കത്തോടു കൂടിയുള്ള ആ ശബ്ദം കേട്ട് കഴിഞ്ഞ് ഈ കുളത്തിലേക്ക് ഈ ദൂതൻ ഇറങ്ങുമെന്ന് കുളം ഒന്ന് കലക്കും. കർത്താവ് എന്നിട്ട് അവിടെ ചാടണം. നമ്മുടെ ഭാഷയിലൊക്കെ കണ്ടാൽ മതി അതിനെ. യേശു ഇങ്ങനെയൊന്നും ചോദിച്ചില്ല, പക്ഷെ ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. നമ്മളാണ് ചോദിക്കുക, അപ്പോൾ ഉണ്ടല്ലോ പാസ്റ്റർ ചാടണം. എന്നെ പോലെയുള്ള ഇച്ചിരി കുസൃതി ഉള്ളവരാണ് ചോദിക്കാൻ, ഇറങ്ങിപ്പോയാൽ പറ്റത്തില്ല. ഇല്ല, ചാടണം. നീ ചാടുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആദ്യം ഇറങ്ങണം. ആദ്യം വെള്ളത്തിൽ കാലുമുട്ടുന്നവനാണ് സൗഖ്യം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കാണെങ്കിൽ ഇത് കണ്ടു കാണാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം കേട്ടോ. അയ്യോ, കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നിവിടെ, ഭയങ്കരമായിരുന്നു കേട്ടോ. എൻ്റെ യേശു, നീ ഇതൊക്കെ അറിയണം കേട്ടോ. യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?
ഇന്ന് പകൽ നമ്മൾ കാണണമേ, കുളത്തിൽ ഇറങ്ങുവാൻ കൽപ്പന കൊടുത്തിരിക്കുന്നവൻ നമ്മുടെ മധ്യയെ ആഗമിച്ചിരിക്കുകയാണ്. കുളത്തിൽ ഏത് സമയത്ത് ഏത് ദൂതനെ ഇറക്കണമെന്ന് കൽപ്പന കൊടുക്കുന്നവൻ നമ്മളുടെ ഇടയിൽ പാർത്തും കൊണ്ട് ചോദിച്ചിരിക്കുകയാണ്, നീ ദൂതന്റെ ആഗമനമാണോ അതോ ദൂതനെ അയക്കുന്ന എൻ്റെ ആഗമനത്തിലാണോ നിന്റെ വിശ്വാസം? ഇന്ന് പകൽ പറയണം, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അത് ഞങ്ങൾ പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളിൽ, ഞങ്ങളുടെ പ്രാണനുകളിൽ, ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങളത് സെൻസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇതുവരെ കാണാത്ത നിലകളിലുള്ള ദൈവത്തോട് പറയണം, ദൈവത്തിന്റെ ആഗമനം എവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടോ അവിടെയെല്ലാം വലിയ നിലകളിലുള്ള, അതിന് മുമ്പ് നടക്കാത്ത നിലകളിലുള്ള അത്ഭുതങ്ങൾ നടന്നെങ്കിൽ പറയണം, ഇന്ന് പകല് നടക്കും. സ്തോത്രം. നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാൾ ഉപരിയായിട്ടൊരു ദൈവപ്രവൃത്തി നടന്നാൽ പെട്ടെന്ന് നമ്മളതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കാവുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ 4 ആമ്പിള്ളേരാണ്. അപ്പോൾ ഈ സാരി അതറിയത്തില്ല, സാരി നമ്മളൊക്കെ ചെയ്തിട്ടുള്ള എന്നാ നുറുങ്ങുക എന്നൊക്കെ പരിപാടി എന്തൊക്കെ ഉണ്ട് സംഭവം, സെറ്റപ്പ് അതൊക്കെ. ഈ മമ്മി കോട്ടൺ സാരി കൊടുക്കും. അപ്പോൾ നമ്മളിരുന്ന് ഈ നുറുങ്ങെല്ലാം പിടിച്ചു കൊടുക്കണം അല്ലേ, ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് ഒരു വലിയൊക്കെയാ. മുണ്ടുടുക്കുന്നവരാണെങ്കിലോ കോട്ടൺ മുണ്ടാണ്, പശയൊക്കെ മുക്കി അലക്കാനിടും, പിന്നെ വലി അത് കഴിഞ്ഞ് ഉടുത്തിട്ട് ഇങ്ങനെയൊക്കെ മടക്കി അങ്ങ് വെക്കും. അതൊക്കെ സെറ്റാണ്, കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ദൈവമക്കളെ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ പോയി, എനിക്കൊരു മുണ്ടെടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ മുണ്ടെടുത്ത് എവിടെയെങ്കിലും പോയി അഴിഞ്ഞു പോയാനായോ? അതൊന്നും കുഴപ്പമില്ല. ഇത് പറയുക ഷോപ്പുകാരൻ, ഇത് സഹോദരൻ ഇങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. ഞാൻ ചോദിച്ചു, നുറുക്കൊക്കെ സെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പണം ഇതെല്ലാം സെറ്റാണ്. അപ്പം ഞാൻ ചുമ്മാ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു, സാരി ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചുമ്പോൾ ഉണ്ട്, വേണമെന്ന്, നിങ്ങൾ സാരി കൊടുക്കുമെന്ന്. നമ്മുടെ കൺസെപ്റ്റിന് അല്ലെ നമ്മുടെ ചിന്തകൾക്ക് മേലെയായപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, അവരൊരു പുതിയ മോഡൽ ഉണ്ടാക്കിയതാണ്. നമ്മൾ അംഗീകരിക്കത്തില്ല പെട്ടെന്ന്, നമ്മളെ പറയാം അതൊക്കെ പിള്ളേർക്കുള്ളതാണ്. പക്ഷെ ഇതല്ല, റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട് അല്ലേ, എന്തോ ഒരു പേരൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ഈ സൗഖ്യത്തിൻ്റെ കാര്യങ്ങളിൽ നടക്കുന്നത്. നമ്മൾ ചിന്തിച്ച് ഇട്ടിട്ടുണ്ട്, ഇതിൽ കൂടുതലൊന്നും നടക്കത്തില്ല, അതിലുപരിയായിട്ട് നടക്കുകയാണ്. ആരാധനയിൽ പ്രാർത്ഥിക്കണം, സൗഖ്യം സംഭവിക്കട്ടെ. ആരാധനയിൽ പറയണം, സൗഖ്യം ഇന്ന് ഞാൻ ആരാധിക്കുമ്പോൾ നടക്കും. ആരാധനയിൽ പറയണം, എനിക്കെതിരെയുള്ള വൈരികളുടെ ശക്തി എത്ര വലുതാണെങ്കിലും ഞാൻ ആരാധിച്ചതിനെ ജയിക്കും. ഇന്നലെ വരെ സംഭവിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ ഇന്ന് ഞാൻ അത് ആത്മാവിൽ സെൻസ് ചെയ്യുന്നു. ഇന്ന് ആരാധിക്കുമ്പോൾ എനിക്കെതിരെയുള്ള ശത്രു എത്ര വൈരി, എത്ര ബലമുള്ളവനാണെങ്കിലും ഞാൻ ആരാധിച്ചതിനെ ജയിക്കും. എത്ര വലുതാകട്ടെ, എത്ര പഴക്കമുള്ളതാകട്ടെ, ഇന്നാണ് എൻ്റെ ദിവസം, ഇത് ഞാൻ പ്രാപിക്കും. അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുന്നവരുടെ ആരാധന കണ്ടാൽ അറിയാം. ഈ ലീഡ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാവും. ഞാനതിനെ എങ്ങനെ കാണുന്നറിയോ? എൻ്റെ ഒരു രീതി പറയാം. അവർ ആരാധിച്ച് ജയിച്ചും കൊണ്ടിരിക്കുകയാണ്, മുന്നേറുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ പരിസരങ്ങളൊക്കെ മറക്കണം. ചിലപ്പോൾ മറന്നിരിക്കും. എന്നെ തിരിച്ചൊക്കെ വിട്ടിട്ടുണ്ട് ഇങ്ങനെ. അതായത് നമ്മൾ ആരാധിച്ച്, ഒരു പാസ്റ്ററാണല്ലോ, മുമ്പ് നിന്ന് ഇങ്ങോട്ട് ആരാധിക്കും, നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കിയായി പോകും. അപ്പം പുറകെ നാറിൽ ഒന്ന്, അപ്പം നമുക്കറിയാം, ഈ പിടുത്തത്തിൽ അറിയാൻ തിരിഞ്ഞു നിൽക്കുവാണെന്ന്. പക്ഷെ ഞാൻ തട്ടി വീഴാതിരിക്കാനൊക്കെ അവർ വേണമെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യാറൊന്നുമില്ല, സ്റ്റൈലായിപ്പോയി. ആരാധിച്ച് ജയിച്ചോണം. ഞാൻ അതിൻ്റെ ഒരു ഇത് പറയാം. ആരാധിച്ച് മുന്നേറണം. നമ്മൾ ആരാധിച്ച് നിൽക്കുകയല്ല, ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം.
ആരാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവർക്ക് അതിൻ്റെ രീതികൾ അറിയാം. ഒരു സ്തോത്രഗാനമൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ, എന്നെ നിർമ്മിച്ചവൻ, എൻ്റെ സൃഷ്ടാവായവൻ, എന്നെ നിലനിർത്തിയിരിക്കുന്നവൻ, അവൻ ആദ്യനാണ്, അവൻ അന്ത്യനാണ്, അവൻ എന്നെ നിലം പരിശാകാതെ നിർത്തിയിരിക്കുന്ന ദൈവാദിദേവനും കർത്താനുമായവന് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ ദൈവമേ അങ്ങയ്ക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അല്ലേ? ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചിട്ട് ആരാധ്യനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ അടുത്ത തലത്തിലേക്ക് കയറണം. ചിലപ്പോൾ അഭിഷേകത്തിൻ്റെ ഭാഷയിലായിരിക്കാം, ചിലപ്പോൾ കീബോർഡ് നിന്ന് പോയെന്നിരിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മളെ ബാക്കപ്പ് ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം അടുത്ത റലത്തിൽ കയറണം നമ്മൾ. അപ്പം ഞാനതിനെ സ്വീകരിക്കുന്ന ഒരു രീതി മാനുഷികമായിട്ട്, ഞാൻ അന്നേരം എൻ്റെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ, ഞാൻ അന്നേരം ഒരു വള്ളത്തിൽ കയറുന്നൊരു പ്രതീതിയാവും. കാര്യം ഇത് തുഴഞ്ഞ് കയറണം എനിക്ക്, അല്ലേ? ഒഴുക്കിനെതിരെയുള്ള ഒരു പോരാട്ടമായത്. അവിടെ ഞാൻ ജയിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പം ഞാൻ ഈ നദികളുടെയൊക്കെ തീരത്ത് ഞങ്ങൾ താമസിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒഴുക്കിനെതിരെ വള്ളത്തെ തുഴഞ്ഞ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലേ? അത് നേരെ ചിലപ്പോൾ സ്ട്രെയിറ്റ് ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ ആയിരിക്കും. നമ്മൾ ആരാധിച്ച് ജയിക്കണം. ആരാധിച്ച് ചിലപ്പോൾ കൈ കുഴഞ്ഞെന്നിരിക്കും. പിടിവിടരുത്, ഒഴുക്ക. നീ ആരാധന തുടങ്ങിയപ്പോൾ ഉള്ളിടത്തോണ്ട് എത്തിക്കും. പക്ഷെ നീ എന്നാ ചെയ്യണമെന്നറിയുമോ? കൈ കുഴഞ്ഞെങ്കിൽ നീ പറയണം, ആത്മാവിൽ ഞാൻ ആരാധിക്കും ദൈവത്തെ, എനിക്ക് ലഭ്യമായിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആരാധിക്കും, എനിക്ക് അടുത്ത തലത്തിലേക്ക് കയറണം. സ്തോത്രം. അങ്ങനെ ആരാധിച്ച് നമുക്ക് ജയിപ്പാൻ കഴിയും. യേശു കർത്താവ് പറയുകയാണ്, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നമ്മൾ മൗണ്ടൻ എന്നുള്ള സബ്ജക്റ്റാണല്ലോ തൊട്ടത്. ശമരിയക്കാരി സ്ത്രീ അതിനകത്ത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവളുടെ പശ്ചാത്തലം അവൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ഇറയിൽ ന്യൂ ടെസ്റ്റ്മെൻ്റ് വന്നിട്ടില്ല, അതിനെക്കുറിച്ച് അറിവില്ല, അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണതും അറിയത്തില്ല. അപ്പോൾ അവൾക്ക് ലഭ്യമായിരിക്കും, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മളിത് തന്നെ പറയും, ഞാൻ മലയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മലകളെക്കുറിച്ച് ചിന്തിക്കാം, അവിടെയൊക്കെ നടന്ന ദൈവപ്രവർത്തികളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇന്ന് കർത്താവിൽ ശരണപ്പെടുന്നത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു മല നമ്മളവിടെ കാണുകയാണ്. അവിടെ കാണുന്ന മല അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് യാഗത്തിന് പോകുന്ന മോറിയ മലയാണ്, അല്ലേ? മോറിയ മലയിലേക്ക് പോയി. ഇപ്പൊ കുളക്കടവിൽ ഇറങ്ങിയതാകട്ടെ, പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കണ്ട ഭിക്ഷയാചിക്കുന്നവനാകട്ടെ, നൈനിലെ വിധവയാകട്ടെ, യായുറോസിൻ്റെ കുടുംബക്കാരാകട്ടെ, ഇവരെല്ലാം പ്രതീക്ഷിച്ചതിൽ അധികമായിട്ട് സംഭവിച്ചു. കാനാവിലെ കല്യാണത്തിലും അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്ന് പകൽ പറയണം, അതുകൊണ്ട് മോറിയ മലയിൽ ഇറങ്ങിയത് ദൈവസാന്നിധ്യമാണെങ്കിൽ ആ ദൈവസാന്നിധ്യമാണ് ഈ മഹനീയം സഭയിലും വ്യാപരിക്കുന്നത്. അവിടെ എടുത്തു പറയാൻ ഞാൻ യേശു കർത്താവ് തിരുത്തുന്നുണ്ടല്ലേ, ആ മലകൾക്കല്ല പ്രത്യേകത, അവിടെ ഇറങ്ങിയ ദൈവസാന്നിധ്യത്തിനാണ് പ്രത്യേകത. ഇപ്പൊ മോറിയ മലയിൽ ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം ഈ മലയുടെ അടുത്തെത്തി. എന്നിട്ട് തന്നോട് കൂടെയുള്ള ഈ തന്നെ സഹായിപ്പാനൊക്കെ വന്നവരായിരിക്കാം ബാല്യക്കാർ, അല്ല തൻ്റെ കൂട്ടുകാരെന്നൊക്കെ വേണേൽ കൂട്ടിക്കും, ബാല്യക്കാരെന്ന് എഴുതിയിരിക്കുന്നു പോട്ടെ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പീൻ, ഞാനും കുഞ്ഞും പോയി യാഗം നടത്തി മടങ്ങി വരാം. ഇങ്ങനെ ഇവർ പോകുന്നു. നമ്മൾക്കെല്ലാം അറിയാം അവിടെ നടന്ന സംഭവങ്ങൾ. പക്ഷെ നിങ്ങൾ ഇന്ന് പറയണം, ദൈവം പറഞ്ഞു നീ ആ മലയിൽ പോകും, അവിടെ പോയി യാഗം നടത്തും. പക്ഷെ ദൈവശബ്ദം കേട്ടുപോയ അബ്രഹാമിന് മലക്കല്ലായിരുന്നു പ്രാധാന്യം, കേട്ട ദൈവശബ്ദത്തിലോടായിരുന്നു സ്നേഹം.
കാര്യം എന്നാണെന്നറിയോ? പണ്ട് ഇതുപോലെ ഒന്ന് വിളിച്ചിറക്കിയതാ. എന്നതാ പറഞ്ഞത്? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശം ഞാൻ കാണിപ്പാൻ. അപ്പം പറഞ്ഞു പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടാൻ പറഞ്ഞു. ചാർച്ചക്കാരനായിരിക്കുന്ന ലോത്തിനെ കൂട്ടി. ലോത്തുണ്ടാക്കിയ പ്രയാസങ്ങളെല്ലാം നമുക്കറിയാം. പിതാവിൻ്റെ പേരാണ് തേരഹ്. തേരഹിനെ കൂട്ടി. തേരഹ് പകുതി വെച്ച് പോണു, ഹാരാനിലെത്തി. തേരഹ് മരിക്കുന്നു. ഇതെല്ലാം നമുക്കറിയാം. താന് തൻ്റെ സാറായിയുമായി യാത്ര ചെയ്താണ്. പിന്നെ ഒരു ദൈവശബ്ദം കേൾക്കുകയാണ്. അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോൾ നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ നിൻ്റെ കയ്യിൽ ലഭ്യമാകി. ശബ്ദങ്ങളിൽ അബ്രഹാം വിശ്വസിച്ചു. ശബ്ദങ്ങളിൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അപ്പം ദൈവവചനം എന്ന് പറയുന്നത് ദൈവശബ്ദമാണ്. അത് ഗബ്രിയേൽ വന്നാലും ആര് വന്നാലും അവിടെ അത്ഭുതം നടക്കപ്പെടേണ്ട വിഷയത്തിൽ നടന്നിരിക്കും. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഇവര് അബ്രഹാം ഇസഹാക്കും കേട്ട ദൈവശബ്ദത്തിൻ്റെ ആ വെളിച്ചത്തിൽ അവരിറങ്ങി ഈ മോറിയ മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ്. ഇസഹാക്ക് ന്യായമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ യാഗപീഠത്തിൽ കടന്നിരിക്കുന്ന ഇസഹാക്കിൻ്റെ സിറ്റുവേഷൻ നമ്മളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കി. ഒരനുസരണക്കേടുമില്ലാതെ താൻ കിടക്കുകയാണ്. അതിൽ വിറക് കത്താൻ റെഡിയായി നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ഭാവനയിൽ കാണണമേ. ന്യായമായിട്ടും ഒരു മൃഗത്തെ ആണെങ്കിൽ ഈ വിറകിനോട് ചേർത്തൊന്ന് കെട്ടും, അല്ലേ? ഇത് മുറിയപ്പെടുമ്പോൾ ഇത് യാഗപീഠത്തിൽ നിന്ന്, തീയിൽ നിന്ന്, കൊമ്പുകളിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല. അപ്പം ന്യായമായിട്ടും അതിലിങ്ങനെ കിടത്തിരിക്കുകയാണ്. ഇസഹാക്ക് ഇങ്ങനെ അനുസരണയുള്ളവനായി കിടക്കുകയാണ്. അപ്പോൾ തീ റെഡിയായി വെച്ചു. ഇനി ഇതൊന്ന് സ്പാർക്ക് ചെയ്താൽ മതി, കത്തും. അതിനു മുമ്പ് നടക്കപ്പെടേണ്ട ഒരു പ്രക്രിയയാണ്. ഇതിനെ കഷണമായി, അല്ലേ, കണ്ണമായി മുറിക്കപ്പെടണം. സ്തോത്രം. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അബ്രഹാമിനും പ്രയാസമാണ്, ഇസഹാക്കിനും പ്രയാസമാണ്. അന്തരീക്ഷത്തിലൊക്കെ ഒരു മൂകതയായിരിക്കാം. എന്തായിരിക്കും അബ്രഹാം പ്രാർത്ഥിച്ചത്? ഞാൻ നിന്റെ ശബ്ദം കേട്ട് ആ മെസപ്പോട്ടിയൻ സംസ്കാരത്തിൽ നിന്ന് എൻ്റെ എല്ലാവരെയും വിട്ട് ഞാൻ ഇറങ്ങി. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. എന്നാൽ നീ നൽകിയ ഈ ബാലനെ ഞാൻ നിനക്ക് യാഗമായി നൽകുമ്പോൾ എൻ്റെ യാഗത്തിൽ നീ പ്രസാദിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് കാണൂ. എനിക്കറിയത്തില്ല. അബ്രഹാം പിതാവിനെ കാണുന്ന കാലത്ത് നമുക്ക് ചോദിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണുമോ? കർത്താവേ, എൻ്റെ രക്തത്തിൽ നിന്നുള്ള രക്തവും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാകുന്ന ഇവനെ ഒറ്റ വെട്ടുമ്പോൾ തന്നെ ആ വാള് ശരിക്ക് വീണമേ. ഇവനധികം പെടയൊന്നും ചെയ്യല്. എൻ്റെ രക്തം എൻ്റെ മുഖത്തൊന്നും വീഴരുത്. പിന്നെയും വെട്ടുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. വെട്ടി 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 കഷ്ണങ്ങളാക്കുവാൻ എന്നെ നിലനിർത്തണമേ. കോഴിയെ കണ്ടിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു ഇതിനകത്തുണ്ടോ? കോഴിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലേ? ഞങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. ഞാൻ വെട്ടിയിട്ടിട്ട് ഓടും. ഇത് നമ്മുടെ പുറകെ വരുന്നു. സ്തോത്രം. അബ്രഹാം എന്തെല്ലാം പ്രാർത്ഥിച്ചു കാണും. എന്നെ എപ്പോഴും അത് ചിന്തിപ്പിക്കാറുണ്ട്. ഓരോ യാത്രകളിലും ഞാൻ ചിന്തിക്കും, അബ്രഹാം ഈ രീതിയിലും പ്രാർത്ഥിച്ചു കാണും. സ്തോത്രം. നമ്മൾ അല്പം ടെൻഷനായി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ വിയർക്കും, നമ്മുടെ തല ചുറ്റും. എനിക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് കൈയ്ക്കുന്ന വേർത്തായിരിക്കുന്നത്. അത്ര ഹെൽത്ത് അത്ര പോരാ. അപ്പം അബ്രഹാം പിടിച്ചിരിക്കുന്ന ഈ വാള് ഒക്കെ ഇങ്ങനെ വിയർപ്പിലായിരിക്കാം. ഇതിൻ്റെ ദിശ മാറരുത്, കറക്റ്റായിട്ട് കൊള്ളണം. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് കാണും വ്യക്തി. കാര്യം ഒരു മൃഗത്തെ അല്ല കൊല്ലുന്നത്, ഒരു മനുഷ്യനെന്ന് മാത്രമല്ല, തന്നോളം വളർന്ന 100 വർഷത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ലഭ്യമായ മകനെയാണ്. സ്തോത്രം. അപ്പം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ
അബ്രഹാം പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്ത് വെട്ടാൻ പോയി. ഇന്ന് പകൽ അതുകൊണ്ട് പറയണം, കർത്താവേ, മോറിയ മലയിൽ ഒരു ദൈവപ്രവൃത്തി നടന്നു. എന്നാണെന്നറിയാവോ? റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൊവിഷൻ ദൈവം ഒരുക്കി. ഒരിക്കൽ കൂടി പറയാം, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മാറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്, സ്പ്ലിറ്റൊന്നും വേണ്ടല്ലേ? നമ്മളെ കൊണ്ടത് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങളിന്ന് വീട്ടിൽ പോയി ചുമ്മാ എടുത്ത് ഒരു ബ്രെഡ് എടുത്ത് മുന്നേ വെക്കുക, ചുമ്മാ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ടൊരു നൂല് വലിച്ചു കെട്ടുക, ഇങ്ങനെ വലിച്ചു കെട്ടുക, ബ്രെഡ് അതിനടി വെക്കുക. എന്നിട്ട് ആണുങ്ങളായിരിക്കുന്നവർ പിച്ചാത്തി എടുക്കുക, പെണ്ണുങ്ങൾ പറയണം ദേ നൂലെ മുട്ടല്, പക്ഷേ നൂലെ ടച്ച് ചെയ്യണം, നൂല് മുറിയാതെ ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ആക്കണം, പക്ഷേ ഇത്ര വേഗതയിലായിരിക്കണം എന്ന് പറയണം. ബ്രെഡ് വെച്ചാൽ പറ്റത്തില്ല, കുറച്ചുകൂടെ കട്ടിയുള്ള എന്തെങ്കിലും വെക്കുക. എന്നിട്ട് വെട്ടാൻ പറയണം. എത്ര ആക്കത്തിലായിരിക്കും വെട്ടിയതല്ലേ, പക്ഷെങ്കിൽ അവിടെ സ്റ്റോപ്പാവുകയാണ്. അതാണ് പറയുന്നത്, റൈറ്റ് ടൈമിൽ. അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലൻ്റെ മേൽ കൈവെക്കരുത്. സത്യത്തിൽ ഇതിൻ്റെ മറ്റൊരു ചിന്ത ഞാൻ പറയുന്നു. അബ്രഹാം ചിന്തിച്ച് കാണും, അയ്യോ എവിടെയോ ഒരു കുഴപ്പമുണ്ടായി, എവിടെയോ ഒരു കുഴപ്പമുണ്ടായി. സ്തോത്രം. ബാലൻ്റെ മേൽ കൈവെക്കരുത്. നീയല്ലേ എന്നോട് പറഞ്ഞത് യാഗവിനെ അർപ്പിക്കാൻ? പെട്ടെന്ന് ഉള്ളിക്കൂടെ വരുവാണ്, അയ്യോ എൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അബ്രഹാമിൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള എപ്പിസോഡുകളുണ്ട്. പോട്ടെ. അപ്പം അബ്രഹാം വിചാരിക്കുന്നത് ബാലൻ്റെ മേൽ കൈവെക്കില്ല. അപ്പം ബാലനിൽ അശുദ്ധിയോ എന്നിൽ അശുദ്ധിയോ, അതോ ഞാൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞത് കർത്താവിന് ഇഷ്ടപ്പെട്ടിട്ടില്ലയോ, എന്തോ സംഭവം ഉണ്ടായി. ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ്, നീ അവനെ അവിടുന്ന് അഴിക്ക്, നീ അവനെ അവിടുന്ന് അഴിക്ക്. അപ്പം ഞാനാണെങ്കിൽ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കും, സഹോദരിമാർ ചിന്തിക്കത്തില്ല. ഓക്കെ 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 ഓക്കെ, പിടികെട്ടി കർത്താവേ, പിടികെട്ടി പിടികെട്ടി, ഞാൻ കയറി കിടക്കണം, ഇവനെ കൊണ്ട് എന്നെ വെട്ടാൻ അല്ലേ? അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കല്ല്. ആ ഓക്കെ 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 ഓക്കെ, പിടികിട്ടി പിടികിട്ടി. അയ്യോ, ഇതിനാണോ എന്നെ ഈ മല വരെ ഈ വയസ്സാം കാലത്ത് എന്നെ നടത്തിയത്? ആ കയറി കിടക്കാം, ഒറ്റ വെട്ടിന് വന്നേക്കണം കേട്ടോടാ. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യത്തില്ല. കർത്താവ് പറഞ്ഞു, അങ്ങോട്ടൊന്ന് നോക്കണം, നീയും കയറണ്ട, അവനും കയറണ്ട, നിന്റെ അനുസരണത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ നിന്റെ മകനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് നമ്മൾ പാടിയ പാട്ടെന്ന തേനിലും മധുരമായി അല്ലേ? പാടാൻ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ അറിയണം, കർത്താവിൽ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിന് എന്തിനെങ്കിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ പൂട്ടി പറയണം, എത്ര പ്രതികൂല കാറ്റെൻ്റെ ജീവിതത്തിൽ അടിച്ചാലും ഞാൻ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഒന്ന് കണ്ണടച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളാലും അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുമ്പോൾ ഇന്ന് പകൽ പറയണം, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ എന്നെ ഈ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് എന്നെ ഈ ടെൽഫോർഡിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൊവിഷനായി തന്നെ വരും. അത് നിശ്ചയം. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ ചിന്തിക്കണമേ, മോറിയ മലയിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. മോറിയ മലയ്ക്കല്ല പ്രത്യേകത, അവിടെ ഇറങ്ങിയ ദൈവസാന്നിധ്യത്തിലാണ്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലാണ് ഓരോ സത്യനമസ്കാരികളും ഓരോ ആഴ്ചയിലും വന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇപ്പം നമ്മൾ
ദൈവത്തെ തൊട്ട് ആരാധിക്കണം. അല്ല രണ്ടും കൊണ്ട് മുഖം മൂടി, രണ്ടും കൊണ്ട് പറന്ന്, രണ്ടും കൊണ്ട് അങ്ങനെയല്ല. നമ്മൾ ദൈവത്തെ തൊട്ട് ആരാധിക്കുകയാണ്. സ്തോത്രം. ഈ വിശ്വാസത്തെ കാണാൻ കഴിയും. ഭയങ്കര ചോദ്യം ഇതൊക്കെ അല്ലേ? എനിക്ക് കാണാൻ പറ്റുമോ വിശ്വാസത്തെ? എന്നാ नहीं दिख सकते. क्यों? आंख खोलने का है. देखेगा तो दिख सकते. വിശ്വാസം കാണാൻ പറ്റത്തില്ല, പക്ഷെ വിശ്വാസത്തെ കാണാം. ഇതെന്നാ വാസ്തവം? ഏതെങ്കിലും ഒന്ന് ഉറപ്പിരും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കണ്ട. അവിടെ ഒരു ഭാഗമുണ്ട്. ലുസ്ത്രയിൽ അമ്മയുടെ ഉദരം മുതൽ, അതായത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവിടെ നിൽക്കണേ. അപ്പൊ ഈ വ്യക്തിയെ സ്കാൻ ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ ആയിക്കോട്ടെ. ഇപ്പം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു സം കൈൻഡ് ഓഫ് ഡിസബിലിറ്റി, ബെറ്റർ അബോർട്ട് എന്നൊക്കെ പറഞ്ഞാണ്. അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ വിട്ടുതരത്തില്ല. അപ്പം അമ്മയുടെ ഉദരത്തിലെ മെഡ് വൈഫ് കണ്ടുപിടിച്ചു ഇത് പ്രശ്നമാണ്. ഒരു കാലില്ല, കാലിന് ശക്തിയില്ല, അപ്പം നടക്കാൻ പറ്റത്തില്ല. അവിടെ എഴുതിയിരിക്കുന്ന അടുത്തിട്ട് മക്കളെ 9, പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. പൗലോസ് വചനം സംസാരിക്കുന്നത് അവൻ കേട്ടു. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് പൗലോസ് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി കാലിന് ശക്തിയില്ലാത്ത വ്യക്തി കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പൊ വിശ്വാസം കാണാമോ? വിശ്വാസം കാണാൻ കഴിയും. അമ്മയുടെ ഉദരം മുതൽ, അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ വ്യക്തിയാണെന്നൊന്നും പോളിന് അറിയത്തില്ല. പോള് കാണുമ്പോൾ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു, അവന് കാലില്ല, അല്ലെങ്കിൽ കാല് കുഴഞ്ഞ കാല. പക്ഷെ അവൻ പോള് സംസാരിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ പറഞ്ഞു കാണും, ഒരിക്കൽ കുളക്കടവിലൂടെ യേശു കർത്താവ് നടന്നു പോയപ്പോൾ സുന്ദരമെന്ന ഗോപുര നടയിങ്കൽ ഇരുന്നവനെ യേശു സൗഖ്യമാക്കിയതുപോലെ പിന്നത്തേതിൽ പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് പോയപ്പോൾ എനിക്കുള്ളത് നിനക്ക് തരുന്ന നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നെങ്കിൽ, മോറിയ മലയിൽ കേട്ട ദൈവ ശബ്ദത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തിയായി ഒരു പ്രൊവിഷൻ തുറക്കപ്പെട്ടെങ്കിൽ ഇന്നു പകലിലും അതിവിടെ സംഭവിക്കുമെന്ന് പോൾ പ്രസംഗിക്കുകയാണ്. അപ്പൊ ആ വ്യക്തി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലും അത് സംഭവിക്കട്ടെ. ആ നസറേനായ യേശുവിനെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇന്ന് പകൽ പറയണം, ഈ മെയ് മാസം 10-ാം തീയതി ആ ശബ്ദം ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. അവിടെയാണ് നമ്മൾ പറയുന്നത്, എനിക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. അത് പോളിന്റെ ശുശ്രൂഷയുടെ തികവായിരിക്കാം. പക്ഷെ പോൾ പ്രസംഗിച്ച നസ്രേനായ യേശുവിനെയാണ്
ഈ മെയ് മാസം 10-ാം തീയതി ഞാനും പ്രസംഗിക്കുന്നത് അതേ യേശുവിന്റെ സാന്നിധ്യമാണ് ഇവിടെ വ്യാപരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കരങ്ങൾ തട്ടിക്കൊണ്ടെന്ന് പറ, ആത്മനിറവിൽ പറ, എന്നെ ബന്ധിച്ചിരിക്കുന്ന ഏത് വിഷയവും ഇന്ന് മാറും. സ്തോത്രം. നമ്മൾ ഈ കൃപാവരപ്രാപ്തരായ ഒത്തിരി ശുശ്രൂഷകരെ നമ്മളിവിടെ കൊണ്ടുവരാറുണ്ട്. ദൈവം അനുവദിച്ച അടുത്ത മാസം നമ്മുടെ ഷാൻ പാസ്റ്ററുടെ കൂടെ കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടുതലാണ് അല്ലേ? എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. ഇന്ന് ചിലത് നടക്കും, ഇന്ന് ചിലത് നടക്കും. ഈ എക്സ്പെക്റ്റേഷനിലാണ് വിശ്വാസത്തിൻ്റെ ചൂടായി നമ്മൾ കാണേണ്ടത്. ലുസ്രയിൽ പോള് പ്രസംഗിക്കുന്നു. ഇവൻ ആരോടെങ്കിലും പറഞ്ഞു കാണും, ആ പ്രസംഗിക്കുന്ന ആളെ എനിക്കൊന്ന് ഐ കോണ്ടാക്റ്റായിട്ട് കണ്ടൊന്നിരിക്കുന്ന നിലയിൽ എന്നെ ഒന്ന് കൊണ്ട് എത്തിക്കാവോ? ഇവൻ്റെ എക്സ്പെക്റ്റേഷനാ. പോൾ അതിനെ മനസ്സിലാക്കി തന്നെ അറിയോ, ആത്മാവിൽ സെൻസ് ചെയ്തേ ഇവന് സൗഖ്യമാകുവാനൊരു മനസ്സുണ്ട്. നസ്രയത്തിൽ യേശു വലിയ അത്ഭുതങ്ങൾ ചെയ്തില്ല, അവരുടെ അവിശ്വാസം നിമിത്തമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ? നസ്രയത്തിൽ അധികം അത്ഭുതം ചെയ്തില്ല. നസ്രയത്ത് അവനെ തള്ളി. എൻ്റെ അച്ഛൻ്റെ മകനാ, ഇന്നയാളുടെ സഹോദരനാ, ഇന്ന സഹോദരിയുടെ സഹോദരനാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ കവർണ്ണഹൂമിലേക്ക് പോയി. അവിടെ വീര്യപ്രവൃത്തികൾ ആരംഭിച്ചു. ഇന്ന് പകല് നമ്മൾ വിശ്വസിക്കണമേ, തമ്പുരാൻ ഇന്ന് പ്രവർത്തിപ്പാനും മതിയായവനാ. തമ്പുരാൻ എൻ്റെ രട്ടിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. തമ്പുരാൻ എൻ്റെ രോഗത്തിന് സൗഖ്യം വരുത്തും. എന്നെ പിൻപറ്റുന്ന ഏത് മഹാമാരിയാകട്ടെ അതിൻ്റെ മേൽ ജയം നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവരൊരു കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അഭിവൃദ്ധികൾ കൂടുമ്പോൾ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ചകൾക്കും പറഞ്ഞോളാം, നമ്മൾ കൂടുതൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. ഇതിഷ്ടമില്ലാത്ത ഒരു കൂട്ടമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല വസ്ത്രം ധരിച്ച പ്രശ്നം, നല്ല കുടുംബത്തിൽ പാർത്ത പ്രശ്നം, നല്ല ജോലിയിൽ പ്രമോഷൻ ലഭിച്ച പ്രശ്നം, നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് ലഭിച്ച പ്രശ്നം, നല്ലതായിട്ട് പാടിയ പ്രശ്നം, നല്ലതായിട്ട് കീബോർഡ് വായിച്ച പ്രശ്നം, നല്ലതായിട്ട് ടെക്നിക്കൽ സൈഡ് ഓപ്പറേറ്റ് ആയ പ്രശ്നം, നല്ലതായിട്ട് പ്രൊജക്റ്റ്, എല്ലാത്തിനും ഒരു 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 കയ്പിൻ്റെ അനുഭവത്തിൽ കാണുന്നവരുണ്ട്. ചിലർ നല്ല അച്ചാനെ പോലെ ഇങ്ങനെ നല്ല മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ലിനൻ ഷർട്ടൊക്കെ ഇട്ട് പിടിച്ചു നോക്കുന്നതിന് അറിയോ, കൈ മുഴുവൻ കരിയായിരിക്കും. നല്ല ലിനനാണല്ലോ എന്ന് അവിടെ എല്ലാം അങ്ങ് ചെളി തേച്ചു. അവൻ ആശ്വാസമായി. പുള്ളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്, ട്രഡീഷണൽ ഡേക്ക് ഇടാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കിയതാണ്. അത് മുഴുവൻ നശിപ്പിച്ചു. സ്തോത്രം. നല്ല കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് പോവാണ്. എൻ്റെ അമ്മയുടെ കീഴിലാണ് ആരാധനക്കാരനാ ആണോ എന്ന് വിഷമ. അല്ലെങ്കിൽ ഇതിനോടൊരു വിരോധമുണ്ട്. നിങ്ങളതുകൊണ്ട് അഭിവൃദ്ധി കൂടുന്തോറും ദൈവസന്നിധിയിൽ താണോണം. സ്തോത്രം. ഞാനൊരു സംഭവം പറയും ബൈബിളിൽ തന്നെ. ഈ ഹിസ്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അങ്ങനെയാണ് ആ അധ്യായം തുടങ്ങുന്നത്. ഞാൻ റെഫറൻസ് ഇപ്പം പറയുന്നില്ല, പിന്നെ പറയാം. ഹിസ്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. ഇസ്രായേലിൻ്റെ രാജാവായി ഹിസ്കിയാവ് വാഴ്ച തുടങ്ങുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത പദം, അവൻ്റെ അപ്പനായ പ്രോപ്പർ ഡയറക്റ്റ് അപ്പൻ ദാവീദല്ല, അവൻ്റെ അപ്പനായ ദാവീദ് ചെയ്തു വന്നതുപോലെ ആലയങ്ങളെ വിശുദ്ധീകരിച്ചു. ആലയത്തെ വിശുദ്ധീകരിച്ചിട്ട് ഞാൻ അതിൻ്റെ റെഫറൻസ് പറയാം, അപ്പം നിങ്ങൾക്ക് വേഗത്തിൽ പിടികിട്ടും. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ മക്കളെ ഒന്ന് പ്രൊജക്റ്റ് ഇട്ടേ. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 സംവത്സരം വാണു. അവൻ്റെ അമ്മയ്ക്ക് അബി എന്ന് പേർ. അവൻ സെക്കരിയാവിൻ്റെ മകളായിരുന്നു.
അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്ത പോലെയൊക്കെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, അശോര പ്രതിഷ്ഠയെ വെട്ടി മുറിച്ചു. മോശ ഉണ്ടാക്കിയ താമര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിനെ ധൂപം കാട്ടിക്കൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിക്കണമേ, ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞ് ഈ വിഷയം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും. നമുക്കറിയാം, മോവാബ് രാജാവായ ബാലാക്ക് ബിലിയാമിനോട് പറയുന്നത് ഇത് തന്നെയാണ്: അവരുടെ വളർച്ച എന്നെ അസ്വസ്ഥനാക്കുന്നു. ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിത് പറയുന്നത് പോലെ അല്ല, ആ ഒരു ഏറിയ നിങ്ങൾ കാണണം. അവരുടെ ആ പുള്ളിക്ക് എന്തിൻ്റെ വിഷമാണ് നീന്തിക്കണമേ? ഈ പുള്ളിക്ക് എന്തിൻ്റെ വിഷമാണ്? ഞാൻ ഒരാളുടെ പേര് പറയാം, സൻഹെരിബ്. ആ വ്യക്തിയുടെ പേരാണ്. ആരാൻ രാജാവ. ഈ ആരാൻ രാജാവിന് എന്തിനു വിഷമാണ് ഇസ്രായേൽ അവിടെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ ഫറവോൻ എന്നാ വിഷമാണ്? വിട്ടത് ഈ പൊക്കളം പറഞ്ഞ് ചോരത്തളിയും കൊണ്ട് വിട്ടതാ. ഒരു രക്ഷയില്ല, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടല്ലേ. കാര്യം ഇസ്രായേലിലെ ഒരു പ്രശ്നവും ഇല്ലായിരിക്കുമ്പോൾ മിസ്രൈമിയിലുള്ള എല്ലാ കടിഞ്ഞൂലുകളും മരിച്ചു. ഇതെല്ലാം കണ്ടു. പോടെന്ന് പറഞ്ഞു ഓടിയ പുള്ളിയെ പുറകെ ചെങ്കടൽ വരെ അനുഗമിച്ചു. അവിടെ ദൈവം പരിപാടി ഒപ്പിച്ചു കൊടുത്തു. ഇനി മേല് നീ എൻ്റെ ജനത്തെ ഉപദ്രവിക്കരുത്. സ്തോത്രം. അപ്പം ഇത് നമ്മൾ സെൻസ് ചെയ്തോണമേ, സെൻസ് ചെയ്തോണം. ഹല്ലേലൂയ. നമുക്കെന്ന് രോഗമാണ്. അടി വർക്ക് പ്ലേസിൽ നിന്ന് ഒരു മെമ്മോ കിട്ടി. ഒക്കെ അത് കിട്ടണം. അയ്യോ അധികം കേട്ടോ. പുള്ളി പറഞ്ഞത് ആദ്യം ഞാൻ അന്ന് ചിന്തിച്ചു പണി കിട്ടുമെന്ന്. എടി അതെന്താടി? പുള്ളി പറയാൻ തന്നെ അടുത്തും വരുന്നു. നമ്മളെപ്പോലെ ഡബിൾ ആക്ഷന് നിൽക്കാൻ അറിയാവുന്ന ഒരു ഭൂമിയിലെങ്ങും. എൻ്റെ എടി കയ്യെ പിടിച്ചിട്ട് പറയും, എടി ഞാൻ പ്രാർത്ഥിക്കും, സസ്പെൻഷൻ കിട്ടണം. നമ്മ കിട്ടിയത് പോരെന്ന്. വീട്ടിൽ നിന്ന് പറയാം, എൻ്റെ പൊന്നച്ചാ അടിച്ചു പോകുന്നു. പിന്നെ ഒരു സൂസമ്മയ്ക്ക് ഉണ്ടല്ലോ, എസ്തറിൻ്റെ ചിരി കണ്ടല്ലോ, അവളിതൊക്കെ സ്ഥിരം ചിരിക്കുന്നതാന്ന് തോന്നുന്നു. ഇത് പാടി മറ്റുള്ളവൻ്റെ അഭിവൃദ്ധിയിൽ നമുക്ക് സന്തോഷിക്കാൻ പഠിക്കണം. എന്തുവാന്ന് അല്ലേ ചാ? നിങ്ങൾ കുശുമുണ്ടോ മെർലിനുണ്ടോ? അപ്പോഴത്തെ ആംറ്റിയോട് പറ കുശുമ്പില്ലെന്ന് പറഞ്ഞേ. മുഖത്ത് നോക്കി പറ. അമ്മമ്മയോട് പറഞ്ഞു കുശുമ്പില്ലെന്ന് പറഞ്ഞു. കുശുമ്പുണ്ടാകാൻ പാടില്ല. ഇപ്പം നിങ്ങളുടെ കുശുമ്പ് എങ്ങനെയാണെന്നറിയോ? അവളെന്നും ഡ്യൂട്ടിയാ പാസ്റ്ററെ. നിൻ്റെ കയ്യിൽ നിന്ന് ഏതാണ്ടെടുത്ത് NHSൽ അവൾ ഡ്യൂട്ടിക്ക് ചെയ്തപ്പം കൊടുത്തതുപോലെ പറച്ചില്ല. നിൻ്റെ ഫാമിലിയിൽ നിന്ന് അവൾ ഡ്യൂട്ടിക്ക് ചെയ്തത് NHS കൊടുത്ത പൈസയാ. നിനക്ക് ഉഷ്ണവും പരവേശവും. ഇപ്പം നിങ്ങൾ ആമേൻ ഒച്ച വന്നല്ലേ. സ്തോത്രം. ഇത് വിഷയാച്ചാ സത്യം. നമ്മൾ ഈ പാസ്റ്റേഴ്സ് ഞങ്ങൾ വീട്ടിൽ ചെല്ലും പറയുന്നത്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാ മോളമ്മയുടെ വീട്ടിലോട്ടാ. മോളം ഇങ്ങനെ പറയുള്ളൂ. നമ്മൾ ചോദിക്കും എന്നാ പറ്റി? അല്ല ചെല്ല പാസ്റ്റർ വിളിച്ചായിരുന്നു. ഇല്ല, അങ്ങോട്ട് പോവല്ലേ. സൂസി മോളമ്മയുടെ അടുത്ത് പോകും. മോളപ്പനും അവിടെയില്ല, മോളമ്മ അവിടെയില്ല. എന്നാ ഡ്യൂട്ടിയാ ഡ്യൂട്ടിയോട് ഡ്യൂട്ടിയാ പാസ്റ്ററെ. പറച്ചിലെന്നാണെന്നറിയോ? NHS ഈ സൂസിയുടെ പിതാവിൻ്റെയാ. ഞാൻ പറയും, എടേ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നീ പോവും. മാഞ്ചസ്റ്റർ ഞാൻ പറയാറുണ്ട്, സഭായോഗം മുടക്കരുത്. സാറ്റർഡേ നൈറ്റ് ചെന്നിട്ട് ഇവിടെ വന്നിരുന്ന് കോടിയിരിക്കുന്ന പോലെ ഇരിക്കരുത്. ഊർജ്ജത്തോടെ ആരാധിക്കാൻ പറ്റുവാണെങ്കിൽ നീ സാറ്റർഡേ നൈറ്റ് ചെയ്തോ സൺഡേ നൈറ്റ് ചെയ്തോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെങ്കിൽ യു മസ്റ്റ് ബി ഇൻ ദ ചർച്ച്. നിന്നെ ആത്മാവിൽ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്, ശക്തിയിൽ ആരാധിക്കാൻ വിളിക്കപ്പെട്ടതാണ്. അതിനെ തളയ്ക്കുന്നുണ്ടെങ്കിൽ നീ പോകല്ലേ. തളയ്ക്കുന്നില്ല. എനിക്കറിയാവുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നിങ്ങൾ പേര് പറയുന്നില്ല. അവളെല്ലാ സാറ്റർഡേ സൺഡേയും ചെയ്യും. ഒരൊറ്റ മീറ്റിംഗ് മുടക്കത്തില്ലായിരുന്നു. ഒറ്റ മീറ്റിംഗ് മുടക്കത്തില്ലായിരുന്നു. സത്യം പറയുക, ഒറ്റ മീറ്റിംഗ് മുടക്കത്തില്ല. സൺഡേ ഉച്ച കഴിഞ്ഞും പറയും ഞാൻ നിൽക്കാമെന്ന് പറയും. ഞാൻ പറയുന്നത് നൈറ്റില്ല ഇവിടെ ഉണ്ട് പാസ്റ്റർ, ഞങ്ങൾ വീട്ടിലെ ഫുഡ്. ഞാൻ അവിടെ പോയി അങ്ങനെ ചെയ്തിട്ടുള്ള ആൾ. അവിടെ പറഞ്ഞു നോ പ്രോബ്ലം പാസ്റ്റർ, മീറ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. ഞങ്ങളത് ഇന്നും പറയും സാക്ഷിയായിട്ട്. ഒരിക്കലും ഞാനൊന്നൊരു അത്ഭുതം, നിനക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇന്നോ ഉണ്ട്, നോ പ്രോബ്ലം. വളർച്ചയ്ക്കെതിരെ ഞാൻ പറയണം, നിങ്ങളെല്ലാം ഓവർടൈം ചെയ്യണം. എൻ്റെ ഒരു നാട്ടിൽ നമുക്ക് സിറ്റുവേഷൻ ഇല്ലാഞ്ഞുകൊണ്ടല്ലോ ഇവിടെ വന്നത്. ആണോ? നല്ല മാത്രമുള്ളൂ അതിനോട് ദുഃഖം. അവനെ വിട്ടിരിക്കുക ഇന്ന് പാവത്തിനെ. കേട്ടോ ജോജി,
എന്നിട്ട് അവൾ പറയാ ശരിയാ, ഇതൊക്കെ ശരിയാന്ന്. ഞാനിവിടെ 3-4 ആഴ്ചയായിട്ട് വരുന്നു. ഒരു സാറ്റർഡേ കണ്ടിരിക്കുന്നത്. അവനെ ഓടിയില്ല, പാവം കടന്ന് കഷ്ടപ്പെടുക. ഒരു ദാക്ഷിണ്യം വേണം, ദാക്ഷിണ്യം. റിനി ഇന്ന് ഭയങ്കര ഹാപ്പി, അച്ചാനും ഉള്ളതുകൊണ്ട്. സത്യത്തിൽ നമ്മുടെ വീട്ടിലെ സാലറിയിൽ വരുന്ന ഇൻകത്തെക്കാളും അത് പൊട്ടിക്കാൻ പോലും സമയമില്ല. അവൾക്ക് ഈത്താണ് 4 ആഴ്ച അവളോ 4 ഇങ്ങനെ കണക്കൂടും. 4 സാറ്റർഡേ നൈറ്റ് അൺസോഷ്യൽ അവേഴ്സ്. അല്ലല്ല, പിന്നെ സൺഡേ ഞാൻ വിളിച്ച് 3 പ്രാവശ്യം ഇല്ലായിരുന്നു. ഇതെല്ലാം അവിടെ കണക്ക് കൂട്ടിയിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നെ, പിന്നെ ഫുഡിൽ ഞാൻ ഉപവാസമാണ്, കഴിക്കാൻ മേലെ. ഇതെല്ലാം അവിടെ കയറി അങ്ങ് ടെൻഷനായി. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ, പറയണം അവൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്താ വചനം? നീ അനുഗ്രഹിക്കപ്പെടണം, നീ അനുഗ്രഹിക്കപ്പെടണം. യോബ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് തനിക്ക് അനുഗ്രഹം. ദാവീദ് പ്രാർത്ഥിച്ചു തൻ്റെ മാർവിടത്തിലേക്ക്. എടി, നിനക്ക് ഓവർ ടൈം ഒന്നും പോകാതെ തന്നെ ദൈവം ഒരുക്കും വഴികൾ. സ്തോത്രം. നീ പറയണം അവൾ ഓവർ ടൈം ചെയ്യട്ടെ, അവൾക്ക് അതിനുള്ള ദൈവം കൃപ കൊടുത്തിരിക്കുന്നു, ആരോഗ്യം കൊടുത്തിരിക്കുന്നു. നന്ദിയോടെ ഞാൻ അങ്ങ് വാഴ്ത്തുന്നു. സ്തോത്രം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ആ നിലയിലൊരു മാറ്റം വേണം. ദൈവം മാറ്റുമെന്ന്. ഇപ്പം ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവ് വാഴ്ച തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ വരുമ്പോൾ അവൻ്റെ അപ്പൻ്റെ കാലം വരെ എല്ലാ പൂജാഗിരികളും എടുത്ത് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ അത് പിടികിട്ടത്തില്ല. ഞാൻ മൈക്കൊന്ന് പൊത്തിപ്പിടിച്ചു. അടുത്ത ആഴ്ച ഒരു ശിവന്റെ ഒരു സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യമുള്ള ആലയത്തിനകത്ത് കൊണ്ട് ഇവന്മാരെ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തിന് എന്താ കഴിവില്ലേ? സ്തോത്രം. എല്ലാ പ്രതിമകളും ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ മോശ പണ്ടുണ്ടാക്കിയ പിത്തള സർപ്പത്തെ അങ്ങ് വെച്ചിരിക്കുക, സെറ്റപ്പ്. അതിനും കൊണ്ട് ധൂപമാണ്. ഈ ഹിസ്കിയാവ് നിങ്ങളൊന്ന് എന്ത് ചോദിക്കുക, ഒരു പുതിയ സിസ്റ്റം പുള്ളി കൊണ്ടുവരിക. എത്രയോ വർഷങ്ങളായിട്ട് ഉള്ള നമ്മളൊന്ന് എന്ത് ചോദിക്കുക. അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു സൺഡേ വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം, ഈ സാധനമൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് ഒരൊറ്റ തട്ടങ്ങോട്ട് തട്ടുക. അച്ചാൻ എന്നെ തട്ടി ഓടിക്കി വിടുന്നു അല്ലേ? ഇതങ്ങോട്ട് തട്ടി മറിച്ചിട്ട് ഇതുവല്ല തട്ടി മറിച്ചിടുവാണെങ്കിലോ പുള്ളി ചെയ്തതാ. അതൊന്നും അല്ല, അതിനേക്കാളും ഗ്രേഡ് കൂടിയ സാധനമാണ്. മോശ ഉണ്ടാക്കിയത്. ദൈവത്തെ മോശ അറിഞ്ഞതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സാക്ഷിയാണ്. ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മോശ ഉണ്ടാക്കിയ പിത്തളത്തർപ്പത്തേക്ക് ആ പുള്ളി ഭ്രാന്തി കയറിയിട്ട് തട്ടിപ്പൊട്ടിച്ചെന്ന് പറയും. എന്തൊക്കെ പുതിയത് കൊണ്ടുവരും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇന്ന് വന്നു എന്നും. അപ്പം ഇത് പൊടിച്ചു. അപ്പം ആരാധനാലയത്തിൽ വെളിപ്പെട്ടു. ഒരു തന്നെ ചുമ്മാ നടക്കും. ആ പുള്ളിയുടെ പേരാണ് സൻഹേരിബ്. പുള്ളിക്ക് ഒരു നമ്മൾ പറയല്ലേ ചക്കിക്ക് ചേരുന്ന ശങ്കരൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ചൊല്ലി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ചക്കിക്ക് ചേരുന്ന അതാരാ? ചക്കിക്ക് ചേരുന്ന ശങ്കരൻ. ആ പുള്ളിക്ക് സൻഹേരിബിന് പറ്റിയ ഒരു സൈന്യാധിപൻ. ആ പുള്ളിയുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്. ബർഷേക്ക് എന്ന് ഏതാണ്ടല്ലേ, റബ്ഷേക്ക്. റബ്ഷേക്കിന് കേൾക്കണേ, ഇതിൻ്റെ നിങ്ങൾ ആ കഥയൊന്നും അറിഞ്ഞിരിക്കുന്നത് ഞാൻ കഥാരൂപത്തിൽ പറയാം, അന്നേരം നിങ്ങൾക്കത് മനസ്സിൽ കയറിക്കോളുള്ളൂ. ഇസ്രായേൽ അവിടെ ആരാധന വെളിപ്പെടുത്തി. ആരാധന വർഷങ്ങളായിട്ട് പൂജാഗിരികളും പ്രതിഷ്ഠകളും താമ്രസർപ്പങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. ഹിസ്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ ഇതിനെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ആരാധന യഥാസ്ഥാപനത്താക്കി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് ആരാധന പുനഃസ്ഥാപിച്ചു. എന്തുവാ? സൈന്യങ്ങളുടെ ദൈവമായി യഹോവയല്ലാതെ ഒരു ദൈവമില്ല. പുരോഹിതന്മാരെ അവിടെ ആക്കി
ആരാധിച്ചോളാൻ പറഞ്ഞപ്പം ദേശത്ത് ദൈവത്തിൻ്റെ കോപം മാറി, ദൈവ തേജസ് ഇറങ്ങി. ദേശം ഫലപുഷ്ടമായപ്പോൾ നെയ്ബറായിരിക്കുന്ന സൻഹേരിബിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അസുഖം തുടങ്ങി. അവൻ റബ്ഷേക്കിനോട് പറഞ്ഞു, ചെല്ല്, നീ ചെന്ന് ഇസ്രായേൽ മക്കളെ മുഴുവൻ മുടിപ്പിപ്പാൻ നമ്മൾ വരുന്നു എന്നങ്ങോട്ട് പറയാൻ പറഞ്ഞു. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് ഇതൊന്ന് വായിച്ചേ. ഞാനിങ്ങനെ ചിന്തിപ്പാനിടയായി. ഈ റബ്ഷേക്ക് ചെന്നിട്ട് ഇസ്രായേൽ ജനങ്ങളെല്ലാം ഇങ്ങനെ പാർത്തിരിക്കും. അപ്പോൾ ഈ ആരാം രാജാവിൻ്റെ സൈന്യാധിപനാണ് വന്നിരിക്കുന്നത്. ഇവൻ അവിടെ നിന്ന് ഭയങ്കര ശബ്ദമുയർത്തി. ഇവൻ ഏത് രാജ്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ആരാം രാജ്യത്തിൽ നിന്ന്. അവന് വന്നിട്ട് ഇസ്രായേൽ ജനത്തോട് ഇസ്രായേലിയരുടെ ഭാഷയിൽ, യഹൂദ ഭാഷയിൽ മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ മുടിപ്പിക്കും, ഞങ്ങൾ നിങ്ങളെ മുടിപ്പിക്കും, ഞങ്ങൾ നിങ്ങളിൽ ഒന്നുപോലും ശേഷിക്കാതെ നശിപ്പിക്കും. ഞാനിപ്പോഴും ഇങ്ങനെ അലറി മതിലിൻ്റെ മുകളിൽ നിന്ന് സംസാരിച്ചിട്ട് നിങ്ങളുടെ ദൈവം എവിടെ? ചോദ്യം. നിങ്ങളുടെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ആരാധന വെളിപ്പെടുമ്പോൾ ഉണ്ടല്ലോ, നഗരശക്തികൾ ഇളകും, ദേശാന്തര ശക്തികൾ ഇളകും, അത് വ്യക്തികളിൽ കയറും, സഭയ്ക്കെതിരെ തിരിയും. എപ്പോഴും പ്രാർത്ഥിച്ചോണം, ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ ഒന്നിനെ പോലും പിടിപ്പാൻ ഇടവരരുതെന്ന്. ഈ സൻഹേരിബിനെ പിടിച്ചു ദുരാത്മമണ്ഡലം, റബ്ഷേക്കിനെ പിടിച്ചു ദുരാത്മമണ്ഡലം. എന്താ? ആലയം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതാ വിഷയം. സത്യനമസ്കാരികളുടെ ആരാധന വെളിപ്പെട്ടു. ദൈവം പറഞ്ഞ ക്രമത്തിലുള്ള ആരാധന വെളിപ്പെട്ടപ്പോൾ അയൽവാസിക്ക് പ്രശ്നമായി. അവൻ പറയുകയാണ്, നശിപ്പിക്കും നിങ്ങളെ, ഞാൻ മൊത്തത്തിൽ നശിപ്പിക്കും. ഞങ്ങൾ ആരാം സൈന്യം ഇറങ്ങിയിരിക്കുന്നു, ഒന്നിനെ പോലും ശേഷിക്കുക. അപ്പം ഈ സാധുക്കളായിരിക്കുന്ന ഇസ്രായേലി രാജാവിൻ്റെ ഹിസ്കിയാവിൻ്റെ മക്കളൊക്കെ ചെന്ന് പറയുന്നുണ്ട്, യജമാനന്മാരെ, നിങ്ങൾ ദയവായിട്ട് ഈ മതിലിൻ്റെ മുകളിൽ താഴെ ഇറങ്ങും, ദയവായി താഴെ ഇറങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദൂതുണ്ടെങ്കിൽ, സന്ദേശമുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ആരാം ഭാഷ അറിയാം, ഞങ്ങളോട് ആരാം ഭാഷയിൽ പറ. ജനത്തെ കലഹിപ്പിക്കരുതേ. ജനത്തിന് ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയിലുള്ള വിശ്വാസത്തെ മന്ദീഭവിപ്പിപ്പാൻ നിങ്ങൾ അവരുടെ ഭാഷയിൽ ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയരുതേ. ഞങ്ങളോട് നിങ്ങൾ പറ. നിങ്ങളുടെ ഭാഷ ഞങ്ങൾക്കറിയാം, ഇത് ഇവർക്കറിയത്തില്ല. എന്ത് സന്ദേശമുണ്ടെങ്കിലും ഞങ്ങളോട് പറ. വിടൂ. സത്യത്തിൽ നിഗളം, ദുരാത്മാവ് ഇത് ഒരുമിച്ചങ്ങോട്ട് റബ്ഷേക്കിൻ്റെ മേലും സൻഹേരിബിൻ്റെ മേലും കയറി നശിപ്പിക്കുമെന്ന് ഉറപ്പായി. കാര്യം ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പടം മുഴുവൻ ഈ ടെൽഫോർഡിൽ നമ്മളെ നശിപ്പിക്കാൻ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു റോക്കറ്റ് വന്നാൽ മതി, അല്ലേ? തീർന്നു. പടയെന്നൊക്കെ എന്തിനാണ് പറയുന്നത്? അവിടെ നിന്ന് ഒരു റോക്കറ്റ് വിട്ടാൽ മതി, വിട്ടേക്ക്, തീർന്നില്ലേ? ഇതാ സംഭവം. മുഴുവൻ കത്തിച്ചാമ്പലാവും. ഇസ്രായേലിയ പൗരന്മാർ സകലരും വിറച്ചുപോയി. ദൈവം അവിടെ ഹിസ്കിയാവ് ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഹിസ്കിയാവ് ഒരു ഭാഗത്ത് ആലയത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറുഭാഗത്ത് പ്രവാചകരിൽ വലിയവനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചിട്ട് ചോദിച്ചു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? യുദ്ധം ദൈവമക്കളെ എപ്പോഴും യഹോവയ്ക്കുള്ളതാണ്. നഖത്തിന് പകരം നഖം, പല്ലിന് പകരം പല്ല്, കല്ലിന് പകരം കല്ലെന്നുള്ളതല്ല നമ്മുടെ സിസ്റ്റം. ഭക്തൻ ദൈവസന്നിധിയിൽ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ബലഹീനന് വേണ്ടി എഴുന്നള്ളുന്ന ഒരു ദൈവം ഇന്നുമുണ്ട്. യഹോവ തൻ്റെ വീര്യം പ്രവർത്തിക്കും. യഹോവ തൻ്റെ വീര്യം പ്രവർത്തിക്കും. ദൈവസന്നിധിയിൽ താണിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, അപ്പാ ഇതിൻ്റെ മേലെ എനിക്ക് ജയിപ്പാൻ കഴിയത്തില്ല.
നമ്മുടെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തിയാൽ യഹോവ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണ് ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഭക്തൻ ദൈവസന്നിധിയിൽ തൻ്റെ നിലപാടുകളെ വ്യക്തമാക്കി, കർത്താവേ, ഇതിൽ അങ്ങേക്കല്ലാതെ ഒരു പോംവഴിയില്ലെന്ന് പറയുമ്പോഴുണ്ടല്ലോ, ആരാം സൈന്യം സൻഹേരിവും റബ്ഷേക്കും സർവസന്നാഹത്തോടും കൂടി ഇസ്രായേൽ ജനത്തെ മുടിപ്പിപ്പാൻ പദ്ധതിയിട്ടപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ദൈവം തൻ്റെ വീര്യം ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കും. ദൈവം തൻ്റെ വീര്യം ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കും. നമുക്കറിയാം അന്ന് രാത്രിയിൽ നടന്ന സംഭവം. ദൈവം തൻ്റെ സൈന്യാധിപൻ, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ ഒരു ദൂതനോട് പറഞ്ഞു, ഗെറ്റ് റെഡി. അന്ന് രാത്രിയിൽ ഒരൊറ്റ ദൂതനെ ദൈവം അയച്ചുള്ളൂ. ഒറ്റ ദൂതനോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന ആ ദേശത്തൊന്ന് പോയിട്ട് വരാൻ. 1,85,000 1,85,000 ജനത്തെ, അവിടെ എഴുതിയിരിക്കുന്നത് സൈന്യാധിപന്മാരെ, സൈന്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട സൈന്യാധിപന്മാരെ, മുമ്പിൽ പോണ്ട യുദ്ധപ്പടയാളികളെ അടക്കം മുഴുവനെയും ദൂതനൊരൊറ്റ രാത്രിയിലിറങ്ങി സംഹരിച്ചു കളഞ്ഞു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മുഴങ്കാലുകളെ മുടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവനാൽ കഴിയാത്ത വല്ലതുമുണ്ടോ? ഇന്ന് പകൽ പറയണം, എൻ്റെ അഭിവൃദ്ധിക്കും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ധനസ്ഥിതിക്കും എൻ്റെ ഉയർച്ചയ്ക്കും എതിരായിട്ടുള്ള എല്ലാവിധമായ ശത്രുവിൻ്റെ പദ്ധതികളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന അധികാരത്തിൽ പറയുവാൻ ധൈര്യമാർജവിച്ച ദൈവമക്കൾ കരങ്ങളെ തട്ടിയിട്ട് പറ, എനിക്കെതിരെയുള്ള എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും ഇന്ന് പകൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ തകർന്ന് മാറട്ടെ. ആരാം സൈന്യം തകർന്നടിഞ്ഞു. എന്താ? ഒരു ഭക്തൻ നേരാമണ്ണം ദൈവസന്നിധിയിൽ തൻ്റെ മുഴങ്കാലുകളെ മടക്കി കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചതാ. വീമ്പിളക്കി നമ്മളെ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ശത്രുവും ഇത് അറിയണം. കർത്താവിന് ക്ഷമയുണ്ടല്ലേ? ഈ ഫറവോനൊക്കെ എത്ര വാണിംഗ് കൊടുത്തു, എത്രമാത്രം വാണിംഗ് കൊടുത്തു. ഇന്ന് നമ്മളതുകൊണ്ട് കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. ഞാനിവിടെ നിർത്തുകയാണ്. കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ജയപരാജയങ്ങൾ വരുമ്പോൾ ഇതെന്തേ എന്നെ മാത്രം അടിക്കടി ഉപദ്രവിക്കുന്നത്, എന്നെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ മാത്രം നശിപ്പിക്കുന്നത്, എന്നെ മാത്രം ഇങ്ങനെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത്? കർത്താവ് ചിലത് അവധിക്ക് വെച്ചിട്ടുണ്ടെന്നേ. ശത്രു പ്രബലപ്പെടട്ടെ. ദൈവത്തിന് ഒരു ദൂതനെ ഇറക്കിയാൽ മതി. നെഹമ്യാവ് പറഞ്ഞതുപോലെ, ഇന്ന് എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. പരിശുദ്ധ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, മോറിയ മലയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ദൈവസാന്നിധ്യമേ, വളർച്ചയ്ക്കെതിരെ വ്യാപരിക്കുന്ന പോരാട്ടങ്ങളെ ഞങ്ങൾ കണ്ട് അതിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അമർച്ച ചെയ്യുന്നു. വിജയം ഞങ്ങൾക്കുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ വൻകരം തിരുഭുജം ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കും. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ എല്ലാം ഞങ്ങൾ തരണം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.